നമ്മുടെ മെഴുക്കുവരട്ടി സീരീസിലെ രണ്ടാമത്തെ മെഴുക്കുവരട്ടിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു കാബേജ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതിൽ ആ ഫുൾ ക്യാബേജിൽ നിന്ന് ഒരു ഹാഫ് ക്യാബേജ് കട്ട് ചെയ്ത് ഞാൻ എടുത്തിരിക്കുകയാണ് ഇത്. അതുപോലെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്താൽ മതി, എരിവിനനുസരിച്ച്. അതുപോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ക്യാബേജ് മെഴുക്കുവരട്ടിക്ക് ആവശ്യമായിട്ടുള്ളത്. ക്യാബേജ് ഞാൻ കട്ട് ചെയ്യുന്നത് ഒരു നീളത്തിൽ കട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ തോരന് കട്ട് ചെയ്യുന്ന പോലെയല്ല കട്ട് ചെയ്യുന്നത്. അത് ഞാൻ കാണിക്കാം. ഇതെല്ലാം കൂടി ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഈ നടുക്കുന്നൊന്ന് കട്ട് ചെയ്യാം. അതുപോലെ പച്ചമുളക് കട്ട് ചെയ്യാം. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഉള്ളൂ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള സമയം. നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഓണാക്കി ഇനി നമുക്ക് ഈ പാൻ ഒന്ന് ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക്, നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളകും അതുപോലെ സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരിക്കുക. അതുപോലെ നമ്മുടെ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞളുടെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ആ മഞ്ഞളുടെ പച്ച മണം അങ്ങ് മാറിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ക്യാബേജ് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതിൽ ഈ ആവിയിലുള്ള വെള്ളം തന്നെ ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇത് വെന്ത് വരുന്നുണ്ട് ഇപ്പം. അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ ക്യാബേജ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാം. ഞാൻ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലായിട്ട് ഇതിന് ഒരു 15 മിനിറ്റ്സ് എടുത്തു ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി. ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. പച്ചമുളക് എടുക്കുമ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കണം. കാരണം പച്ചമുളക് എരിവ്, ചില പച്ചമുളക് എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്താൽ മതിയായിരിക്കും. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യാം. എരിവ് പാകത്തിനിടണം. നല്ല ഉപ്പും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പ്ലീസ് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.